BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി നിയുക്ത കോട്ടക്കൽ നഗരസഭാ ചെയർമാൻ കെ നാസറിന് ആദ്യ സ്വീകരണമൊരുക്കി BLM കോട്ടക്കൽ ബ്രാഞ്ച്. BLM കോട്ടക്കൽ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് BLM ഡയറക്ടർ VK ഉദ്ഘാടനം ചെയ്തു. ഹരിത പ്രോട്ടോകോളിന്റെ ഭാഗമായി ബ്രാഞ്ച് നടത്തുന്ന പദ്ധതി ചടങ്ങിൽ കെ നാസർ പ്രകാശനം ചെയ്തു. കോട്ടക്കൽ നഗരസഭയിൽ ചെയർമാനായി UDF പാർട്ടി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കെ നാസറിന് BLM കോട്ടക്കൽ ബ്രാഞ്ചാണ് ആദ്യ സ്വീകരണം ഒരുക്കിയത്. വാർഡ് കൗൺസിലർ നിയുക്ത കോട്ടക്കൽ ചെയർമാൻ എന്നതിലുപരി BLMന്റെ A ക്ലാസ് മെമ്പർ കൂടിയാണ് രണ്ടക്ഷരത്തിൽ അറിയപ്പെടുന്ന കെ. മുൻപ് 5 വർഷം ആയുർ നഗരത്തിന്റെ നേതൃത്വം വഹിച്ച കെ നാസർ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വ്യക്തി എന്ന നിലയിൽ ആയുർവേദ നഗരത്തിന്റെ അല്ലേൽ കോട്ടക്കലിന്റെ ആധുനിക ശില്പി എന്ന ഖ്യാതി നേടിയ വ്യക്തിയായി മാറിയതിന് പുറമെ വീണ്ടും കോട്ടക്കലിന്റെ നഗരപിതാവായി നേതൃനിരയിലേക്ക് വരുന്ന വ്യക്തിക്ക് പുതു നേതൃനിരയുമായി പുതിയ കോട്ടക്കലിനെ പടുതുയർത്താൻ പ്രചോദനമാകാനുള്ള ആദ്യ പടിയായാണ് കോട്ടക്കൽ BLM കെക്ക് ആദ്യ സ്വീകരണം ഒരുക്കിയത്. സഹകരണ പ്രസ്ഥാനങ്ങളുടെ കരുത്തും പ്രവർത്തന മികവും രേഖപ്പെടുത്തുന്നതാണ് BLMന്റെ ചരിത്രമെന്ന് കെ നാസർ അഭിപ്രായപ്പെട്ടു. BLMന്റെ ഉയർച്ചയെയും സാമൂഹിക പ്രവർത്തനങ്ങളെയും താൻ എന്നും കൗതുകത്തോടെ നോക്കിക്കണ്ടിട്ടുള്ളതെന്നും അത്ഭുതകരമായ വളർച്ചയാണ് BLM നേടിയിട്ടുള്ളത് എന്നും കോട്ടക്കലിന്റെ വികസനത്തിന് ബ്രാഞ്ചിന്റെ പങ്ക് വലുതാണ് എന്നും അതിന് ഉതകുന്ന നേതൃനിരയാണ് കോട്ടക്കലിന്റെ ബ്രാഞ്ചിന്റെ കരുത്ത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മൾ BLMന് പറഞ്ഞ് ദിവസം കേൾക്കുന്നുണ്ട്. ഞാൻ ഇതിനൊക്കെ വാച്ച് ചെയ്യുന്ന ആളാണ്. ഫൈനാൻസ് രംഗത്തൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എങ്ങനെയാണ് കോർപ്പറേറ്റീവ് സെക്ടറിലൊക്കെ വളരെ അനന്തമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ BLM എങ്ങനെ പോകുന്നു എന്ന് നോക്കിക്കാണുന്ന ഒരാൾ. 2020 തുടങ്ങി വളരെ 5 കൊല്ലം ഈ സ്ഥാപനം ഇവിടെ പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടിലും ഗ്രോത്തിൽ പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയൊരു വിജയമായിട്ട് നമ്മൾ കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഈ സ്റ്റാഫ് അംഗങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. കാരണം 5 കൊല്ലം ഇത് പിടിച്ചു നിൽക്കാൻ ഇവരെ സഹായിച്ചത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന് ഈ BLM എന്ന ഈ സംവിധാനത്തിൻ്റെ കൂടെ ഈ കോട്ടക്കലിലെ ഈ ഫൈനാൻസുമായിട്ട് ഭയങ്കര ബന്ധപ്പെട്ട കാര്യങ്ങൾ കിടക്കുന്നത്. ഞാൻ അതിൻ്റെ കാര്യത്തിലേക്കൊക്കെ എനിക്കറിയുന്ന കാര്യങ്ങൾ പോലും ഞാൻ ഇവിടെ ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ദിനേശ് പറഞ്ഞ പോലെ ശിവേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ ഹൗസിംഗ് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നത് 100% അഡ്വാൻസ്ഡ് ഞങ്ങളുടെ ഈ വാർഡിൻ്റെ കൗൺസിൽ നിലയ്ക്ക് ഞാനിപ്പോൾ ഇതിൻ്റെ എല്ലാ പരിപൂർണമായി പിന്തുണയ്ക്കാതിരിക്കാം. ഓരോ പ്രദേശത്തും ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ വരണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സന്ദീപിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 25+ ആയിരിക്കും ഞങ്ങൾ മാർജിൻ എന്ന് സന്ദീപിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ അത് കിട്ടിയപ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം വെച്ചാൽ ഞങ്ങൾ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. ഞങ്ങൾക്ക് സത്യത്തിൽ അന്നൊക്കെ ഒരു ആവേശമുണ്ടെങ്കിലും ഇന്ന് ഈ ജയിച്ചതിലുള്ള നാട്ടുകാരുടെ നന്ദിയും വോട്ട് ചെയ്ത വോട്ടർമാരോടുള്ള കടപ്പാടും ഞങ്ങൾ എപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ ആ രീതിയിലേക്ക് ഞങ്ങൾക്ക് ഉയരാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങൾ. ബ്രാഞ്ച് കോർഡിനേറ്റർ മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BLM ഡയറക്ടർ VK ഉദ്ഘാടനം ചെയ്തു. BLMനെ സംബന്ധിച്ചിടത്തോളം ഏത് രാഷ്ട്രീയക്കാരും ജാതി മതമൊന്നുമില്ലാത്ത ഒരു പ്രസ്ഥാനമാണെങ്കിൽ പോലും കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മുടെ സംസ്ഥാനത്ത് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രീയ ബോധ്യമുള്ള നമുക്കെല്ലാവർക്കും അറിയാം. റെസ്പോൺസിബിലിറ്റിയിലുള്ള ഉത്തരവാദിത്തമുള്ള നമ്മുടെ അവകാശമാണ്. സമ്മതിദാന അവകാശം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപിടിപ്പുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യതയോടെ നിർവഹിക്കുന്നു. അത് മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വം. നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ മെമ്പർ ആയാലും ചെയർമാൻ ആയാലും പ്രസിഡന്റ് അവനെ കുറ്റം പറയുക, ഇതൊക്കെ മെമ്പറുടെ ഉത്തരവാദിത്തമാണ്. ചെയർപേഴ്സൺ ആയാൽ അയാളുടെ ഉത്തരവാദിത്തമാണെന്ന് ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കലാണ് നമ്മുടെ പരിപാടി. 5 വർഷത്തേക്ക് ഇനി കോട്ടക്കൽ എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം ചെയർപേഴ്സന്റേതാണ്. വോട്ട് ചെയ്ത് നമുക്ക് ആർക്കും ഒരു അവകാശം ഒരു ഉത്തരവാദിത്തം ഇല്ല എന്നുള്ള രീതിയിലാണ്. പ്രത്യേകിച്ച് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അതല്ല നമ്മുടെ ഉത്തരവാദിത്തം. വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഒരു സമ്മതിദാനാവകാശം, ഈ ഒരു പൗരന്റെ ഉത്തരവാദിത്തം റെസ്പോൺസ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പോലെ പല ഉത്തരവാദിത്തങ്ങളും ഒരു പൗരനുമുണ്ട്. സ്റ്റേറ്റ് ഹെഡ് ദിനേശൻ, സോണൽ ഹെഡ് പ്രസാദ് മുളയങ്കാവ്, റീജിയണൽ ഹെഡ് രവി മണ്ണാർക്കാട്, സീനിയർ മാനേജർ അഭിനേഷ്, ബ്രാഞ്ച് മാനേജർ ആർദ്ര NP തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടക്കൽ നഗരസഭ നടപ്പാക്കിവരുന്ന ശുചിത്വ മിഷൻ പദ്ധതിയുടെ ഭാഗമായി BLM കോട്ടക്കൽ ബ്രാഞ്ച് നടപ്പിലാക്കുന്ന തുണിസഞ്ചിയുടെ വിതരണം നഗരസഭയുടെ നിയുക്ത ചെയർമാൻ കെ നാസർ, നഗരസഭ ശുചിത്വ മിഷൻ അംബാസിഡറും BLM കോട്ടക്കൽ ബ്രാഞ്ച് കോർഡിനേറ്ററുമായ കോട്ടക്കൽ മുരളിക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു.
വയലാർ കമുക്കറ അവാർഡ് നേടിയ M5 ന്യൂസിന്റെ പ്രസിഡന്റും BLM മീഡിയ ഹെഡുമായ സന്ദീപ് കെ നായരെ ചടങ്ങിൽ BLM ഡയറക്ടർ VK സിബി ആദരിച്ചു. മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച ബ്രാഞ്ചിലെ പ്രവർത്തകരെ ചടങ്ങിൽ ഡയറക്ടർ അനുമോദിച്ചു. ചടങ്ങിന് BLM മീഡിയ ഹെഡ് സന്ദീപ് കെ നായർ സ്വാഗതവും സീനിയർ കോർഡിനേറ്റർ കൃഷ്ണകുമാരി നന്ദിയും പറഞ്ഞു. M5 ന്യൂസ് മലപ്പുറം. എന്റെയും BLMന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ. BLM കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി.